ഹലോ, വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ദോശ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ഫില്ലിങ്ങിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കാതെ തന്നെ എങ്ങനെ ഫില്ലിംഗ് കൂടുതൽ ടേസ്റ്റി ആക്കാം എന്നതിനെക്കുറിച്ച് കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പുഴുങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഇനി നമുക്കിത് ഒരു പ്രഷർ കുക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് എരിവിനനുസരിച്ച് 1-2 പച്ചമുളക്, ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി. കല്ലിൽ വെച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. മുളക് ചെറുതായിട്ടൊന്ന് കീറിയിടാം. 2 വലിയ സവോള നീളത്തിലരിഞ്ഞതാണ്. ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ആദ്യത്തെ ടിപ്പാണ് നമ്മുടെ സവോളയുടെ അളവ് ഉരുളക്കിഴങ്ങിൻ്റെ അളവും ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്കൊരു ചീനിച്ചട്ടി ചൂടാക്കാം. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഇത്രയും ചേർത്ത് ഈ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊരുപാട് ബ്രൗൺ കളറൊന്നും ആയി പോവരുത്, പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഒരു പിടി കറിവേപ്പിലയും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഏകദേശം ഒരു 10 സെക്കൻഡോളം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ഇനി സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമ്മളിത് സോട്ട് ചെയ്ത് കൊടുക്കണം. സവോള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് എടുക്കാം. ചൂടോടെ തന്നെ ഒരു മാഷർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ ഉപയോഗിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഈ നേരം കൊണ്ട് നമ്മുടെ സവോള എല്ലാം നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കുറച്ച് കൂടുതലാണെന്ന് തോന്നാം, പക്ഷേ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ സവോള ഈ വെള്ളത്തിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ കുക്ക് ചെയ്യണം. ഇതും നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ടിപ്പാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തപ്പോഴേക്കും നമ്മുടെ സവോളയെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഫ്ലേവേഴ്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരും. അതേപോലെ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി ഫില്ലിംഗ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഈ ഒരു തിക്നെസ്സിലിരുന്നാൽ മതി. ഇനി ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഫില്ലിംഗ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ തളിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ദോശമാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പറ്റുന്നത്രയും തിന്നായിട്ട് പരത്തിയെടുക്കാം.
കുറച്ച് നേരം കുക്ക് ചെയ്തതിൻ്റെ ആ വെള്ളമയോ എല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നെയ്യുടെയും ഓയിലിൻ്റെയും ഒരു മിക്സ്ചർ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫില്ലിംഗ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിംഗ് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ദോശ നമുക്ക് മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഹാഫായിട്ട് മടക്കിയെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ദോശയും നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം അളവിലാണ് നമ്മൾ ഫില്ലിംഗ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 4 മസാല ദോശ തയ്യാറാക്കാനുള്ള ഫില്ലിംഗ് ഉണ്ട്. ഈ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ആ ഒരു കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ സവോളയുടെ അളവ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങിനോട് ഈക്വൽ ആയിരിക്കണം. അതേപോലെ നമ്മുടെ സവോള ചേർത്തതിന് ശേഷം നമ്മളത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.